ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചെറിയ ചിന്തയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനിടയ്ക്കുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, ഇനി ഫാമിലി മെമ്പേഴ്സ് കസിൻസ് ഇടയ്ക്കുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, നമ്മൾ ജോലി ചെയ്യുന്നിടത്തെ ഗ്രൂപ്പ് ഉണ്ടാവും, ഇനി മതപരമായിട്ട് നമ്മൾ പോകുന്ന സ്ഥാപനങ്ങളിലെ ഗ്രൂപ്പുകളുണ്ടാവും. നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നോ ഇതുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ വാട്സപ്പിനകത്ത് ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് പുലർത്തേണ്ട ചില മാന്യതകളുണ്ട്. ഒറ്റ ഒരു കാര്യമേ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചുറ്റുപാടും നടക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുക, എന്തെങ്കിലും വരാനിരിക്കുന്ന ഒരു സംഗതി, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എവിടെ നിന്നെങ്കിലും നമ്മൾ അറിയുക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾക്കാരെങ്കിലും വാട്സപ്പിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയകൾ വഴി നമുക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മളെടുത്ത് ഈ ഗ്രൂപ്പിനകത്ത് ഇടുന്നതിന് മുൻപേ, അല്ലെങ്കിൽ കണ്ണും പൂട്ടി ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപേ ഒരു കാര്യം നമ്മൾ നോക്കണം. നമ്മൾ ഇത് ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പിനകത്തൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള മെസ്സേജ് ഓൾറെഡി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇത് അയച്ചിട്ട് അതിനുള്ളിൽ ഉള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു കാര്യം. അതായത് ചില ആളുകൾ അങ്ങനെയാണ്, അവർക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ മുന്നും പിന്നും നോക്കാതെ ആ ഗ്രൂപ്പിനകത്ത് ആ ഒരു മെസ്സേജ് ഓൾറെഡി വന്നതാണോ ഇതൊന്നും നോക്കാതെ വെറുതെ എടുത്ത് ഫോർവേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോഴേ നമുക്ക് ദേഷ്യം വരും. രണ്ടാമത്തെ കാര്യം, വാട്സപ്പിനകത്ത് നമ്മൾ ഒരു പക്ഷേ ഇപ്പം നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതുകൂടാതെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാമത് വേറൊരു ഗ്രൂപ്പ് തുടങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് കാണും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെ ഗ്രൂപ്പിലോട്ട് എടുത്ത് ഫോർവേഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ആൾക്കാരും വാട്സപ്പ് ഗ്രൂപ്പ് മ്യൂട്ടാക്കി വെച്ചത്, അതായത് ഗ്രൂപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ കാണാനായിട്ട് അവർക്ക് താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം ഈ റിപ്പീറ്റഡ് മെസ്സേജസാണ്. അതായത് ചിലരുടെ ഒരു വിചാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇട്ടെങ്കിലേ ബാക്കിയുള്ളവർ കാണത്തുള്ളൂ എന്നുള്ളൊരു വിചാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് മുൻപേ ആ ഒരു മെസ്സേജ് ആ ഗ്രൂപ്പിന് അനുയോജ്യമാണോ എന്നുള്ള കാര്യം ആദ്യമേ ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇടാൻ പോകുന്ന മെസ്സേജ് വേറെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അതിൻ്റെ മുകളിൽ കയറ്റിയിടേണ്ട കാര്യമില്ല. ആൾക്കാരെല്ലാം ആ ഒരു കാര്യം അറിഞ്ഞു. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം എല്ലാവരും, അതായത് നമ്മൾ ഒരു ഗ്രൂപ്പിനകത്തൊക്കെ കയറി ഇടപെടുമ്പോഴത്തേക്കിനും മറ്റുള്ളവർ അത് എങ്ങനെ കാണുന്നു എന്നുള്ളൊരു സംഗതി നമ്മുടെ മനസ്സിൽ ഒന്ന് ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ള ആൾക്കാർ ഇതിനെ എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്നുള്ളത് ഓർത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.